പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു സ്ഥലം, സമയം തന്നെ മന്ദഗതിയിലാവുന്ന ലോകം, സ്പേസിനെയും ടൈമിനെയും വളച്ചൊടിക്കുന്ന കോസ്മിക് പ്ലേസ്, യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. ഇതാണ് ബ്ലാക്ക് ഹോൾ. പലരും കരുതുന്നത് പോലെ ബ്ലാക്ക് ഹോൾ ഒരു കുഴിയല്ല. ഇത് സ്പേസിലുള്ള വളരെയധികം സാന്ദ്രതയുള്ള ഒരു റീജനാണ്. ഇവിടെയുള്ള ഗ്രാവിറ്റി വളരെ ശക്തമാണ്. പ്രകാശത്തിന് പോലും പുറത്തേക്ക് വരാൻ കഴിയില്ല. അതിനാലാണ് ഇതിനെ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ഒരു ബ്ലാക്ക് ഹോളിന്റെ കഥ ആരംഭിക്കുന്നത് ഒരു മാസീവ് സ്റ്റാറിലാണ്. സൂര്യനേക്കാൾ പല മടങ്ങ് വലുതായ നക്ഷത്രങ്ങൾ അവയുടെ ജീവിത അവസാനത്തിൽ ഹൈഡ്രജൻ തീർന്നു തുടങ്ങുകയും അപ്പോൾ ഗ്രാവിറ്റിയെ തടയാൻ കഴിയാതെ നക്ഷത്രം സ്വന്തം ഭാരത്തിൽ കൊളാപ്സ് ചെയ്യും. അതിനു മുൻപ് ഒരു ജൈജാനിക് എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇതാണ് സൂപ്പർനോവ. എക്സ്പ്ലോഷൻ കഴിഞ്ഞ് ബാക്കി വരുന്ന കോർ അസാധാരണമായ ഡെൻസിറ്റിയോടെ കൊളാപ്സ് ചെയ്ത് ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടും. ബ്ലാക്ക് ഹോളിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അവിടുത്തെ സമയം സ്ലോവറായി പോകും. ഇത് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സ്ട്രോങ് ഗ്രാവിറ്റി ടൈമിനെ സ്ലോ ആക്കും. ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോളിന് സമീപം 1 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ ഭൂമിയിൽ അത് വർഷങ്ങളാകും. ഈ കൺസെപ്റ്റ് ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ വെറുതെ വസ്തുക്കളെ വലിക്കുന്നതല്ല, അത് സ്പേസ് ടൈമിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. ഒരു സ്ട്രെച്ച് ചെയ്ത ക്ലോത്തിൽ ഒരു ഹെവി ബോൾ വെച്ചാൽ അത് ബെൻഡ് ചെയ്യും. അതുപോലെ മാസീവ് ഒബ്ജക്ട്സ് സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യും. ബ്ലാക്ക് ഹോളിൽ ഇത് എക്സ്ട്രീം ലെവലിലാണ് സംഭവിക്കുന്നത്. ബ്ലാക്ക് ഹോളുകളെ നേരിട്ട് കാണാൻ സാധിക്കില്ല, കാരണം ലൈറ്റ് പോലും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യില്ല. അപ്പോൾ സയന്റിസ്റ്റ് അവയെ എക്സ്റേ റേഡിയേഷൻസ്, അക്രീഷൻ ഡിസ്ക് എന്നിവയെ പഠിച്ചാണ് ബ്ലാക്ക് ഹോളിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിലുള്ള ഏറ്റവും ബ്രൈറ്റ് റീജിയൻസ് ചിലപ്പോൾ ബ്ലാക്ക് ഹോളിന് ചുറ്റുമാണ്. ബ്ലാക്ക് ഹോളിലേക്ക് ഗ്യാസ്, ഡസ്റ്റ്, മാറ്റർ എന്നിവ വീഴുമ്പോൾ അവ എക്സ്ട്രീം സ്പീഡിലും ടെമ്പറേച്ചറിലും ചൂടാകുന്നു. അപ്പോൾ ഒരു ഗ്ലോയിങ് ഡിസ്ക് അവിടെ രൂപപ്പെടും. ഇതാണ് അക്രീഷൻ ഡിസ്ക്. ഇവിടെ നിന്നാണ് പവർഫുൾ എക്സ്റേ റേഡിയേഷൻസ് ഉണ്ടാകുന്നത്. 2019 മനുഷ്യൻ ആദ്യമായി ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. ഈവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് കൊളാബറേഷൻ എന്ന ടെലിസ്കോപ്പ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷിയ 87 എന്ന ഗാലക്സിയിലെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ ചിത്രം ക്യാപ്ചർ ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ഗാലക്സിയുടെ സെന്ററിലും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുമെന്ന് സയന്റിസ്റ്റ് വിശ്വസിക്കുന്നു. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ സെന്ററിലുള്ള ബ്ലാക്ക് ഹോളാണ് സജിറ്റേറിയസ് എ. ബ്ലാക്ക് ഹോളുകൾ സയൻസിന്റെ തന്നെ ഏറ്റവും വലിയ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ സീക്രറ്റ്സ് ഇവയുടെ ഉള്ളിലായിരിക്കാം മറഞ്ഞുകിടക്കുന്നത്.